ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. കഴിഞ്ഞ ദിവസം നടന്ന LD ക്ലർക്ക് എക്സ് സർവീസ്മെൻ എക്സാമിനേഷൻ്റെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരാൾ 3000 രൂപ 12% പലിശ നിരക്കിൽ ഒരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു എങ്കിൽ 2 വർഷം കഴിഞ്ഞ് അയാൾക്ക് കിട്ടുന്ന തുക എത്ര? സൊല്യൂഷൻ. ഇവിടെ കൂട്ടുപലിശയാണോ സാധാരണ പലിശയാണോ എന്ന് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് സാധാരണ പലിശയിലായിരിക്കും കണ്ടുപിടിക്കേണ്ടത്. സാധാരണ പലിശയിൽ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എമൗണ്ട് A = P + I. P ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്, പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് P ഇവിടെ 3000 രൂപ. I ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് I = PNR. N നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. N 2 വർഷം, P 3000, R റേറ്റ് പലിശ നിരക്ക് ഇവിടെ 12%. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P 3000 ഇൻറ്റു N 2 റേറ്റ് 12%, അതിനെ 100ൽ 12 എന്ന് എഴുതുക. ഇത് 720 എന്ന് വരും. ഇൻട്രസ്റ്റ് 720. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A = P + I. 3000 + 720, 3720 രൂപയാണ് തുക. ആൻസർ ഓപ്ഷൻ D. ഇതാണ് എളുപ്പവഴി. ഇനി ഇത് മറ്റൊരു രീതിയിലും കണ്ടുപിടിക്കാം. അതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. സിമ്പിൾ ഇൻട്രസ്റ്റിൽ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എമൗണ്ട് A = P × 1 + RT. P പ്രിൻസിപ്പൽ എമൗണ്ട് 3000, റേറ്റ് 12%, T ടൈം പീരീഡ് ഇവിടെ 2 വർഷം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3000 ഇൻറ്റു 1 + R റേറ്റ് 12%, അതിനെ 100ൽ 12 എന്ന് എഴുതുക, ഇൻറ്റു T 2. ഇത് സോൾവ് ചെയ്യുക. അപ്പോൾ ഇത് 3000 ഇൻറ്റു 1 + 24/100 എന്ന് വരും. = 3000 ഇൻറ്റു 124/100. 2 0 2 0 വെട്ടി 30 ഇൻറ്റു 124, 0 4 3 12, ശിഷ്ടം 1, 12 3 36, 1 37, 3720. ഇങ്ങനെ കണ്ടുപിടിക്കാം. ഓക്കെ. അടുത്ത ചോദ്യം, 2 അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അനുപാതം 1:2 ആണെങ്കിൽ അവയുടെ ഉപരിതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതം എത്ര? സൊല്യൂഷൻ. ആരങ്ങൾ തമ്മിലുള്ള അനുപാതത്തിൻ്റെ സ്ക്വയർ ആയിരിക്കും ഉപരിതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതം. ഗോളാണേലും അർദ്ധഗോളാണേലും ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 2 അർദ്ധഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അനുപാതം 1:2 ആണ്. അപ്പോൾ അതിൻ്റെ ഉപരിതല വിസ്തീർണങ്ങൾ തമ്മിലുള്ള അനുപാതം അതിൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്യുക. 1:2 ഹോൾ സ്ക്വയർ = 1:4. 1:4 ആണ് ആൻസർ. ഓപ്ഷൻ B. അടുത്ത ചോദ്യം, SSLC പരീക്ഷയിൽ 11 കുട്ടികളുടെ മാർക്കുകൾ 38, 30, 25, 20, 24, 33, 27, 36, 32, 28, 24 ആയാൽ മാർക്കുകളുടെ മീഡിയൻ എത്ര? സൊല്യൂഷൻ. മീഡിയൻ കണ്ടുപിടിക്കാനായിട്ട് തന്നിരിക്കുന്ന സംഖ്യകളെ ഒന്നുകിൽ അസെൻഡിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ ആദ്യം എഴുതുക, എന്നിട്ട് മിഡിലിൽ വരുന്ന നമ്പർ എടുക്കുക. അതായിരിക്കും മീഡിയൻ. അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യകളെ അസെൻഡിങ് ഓർഡറിലാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട്. അപ്പോൾ ഇവിടെ ഇത് 20, 24, 24 രണ്ടെണ്ണം ഉണ്ട്, 24, 25, 25,
27, 28, 30, 32, 33, 34, 38 അസെൻഡിങ് ഓർഡറിൽ എഴുതി. ഇനി ഇതിൻ്റെ മിഡിലിൽ വരുന്നതായിരിക്കും മീഡിയൻ. അപ്പോൾ ഇവിടെ മിഡിലിൽ വരുന്നത് 11 സംഖ്യകളുണ്ട്. അപ്പോൾ ഇവിടെ മിഡിലിൽ വരുന്നത് 28 28 മീഡിയൻ. ആൻസർ ഓപ്ഷൻ സി. ഇവിടെ 11 സംഖ്യകളുള്ളതുകൊണ്ട് ഡയറക്റ്റ് മിഡിലിൽ വരുന്ന എടുക്കുക. ഇപ്പോൾ 12 സംഖ്യകളാണെങ്കിൽ കറക്റ്റായിട്ട് മിഡിലിൽ വരുന്ന സംഖ്യ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന കേസിൽ ഈ മിഡിലിൽ വരുന്ന 2 സംഖ്യകളുണ്ടല്ലോ, അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് 2 കൊണ്ട് ഹരിക്കുക. അതായത് ആ മിഡിലിൽ വരുന്ന സംഖ്യകളുടെ ആവറേജ് എടുക്കുക. അതായിരിക്കും മീഡിയൻ. അങ്ങനെ ഓർത്ത് വയ്ക്കുക. ഓക്കെ. അപ്പം കുറച്ച് സംഖ്യകൾ തന്നിട്ട് മീഡിയൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒന്നുകിൽ അതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക, അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. എന്നിട്ട് ആ മിഡിലുള്ള നമ്പർ എടുത്ത് എഴുതുക. അതായിരിക്കും മീഡിയൻ. ഓക്കെ. അടുത്ത ചോദ്യം. ഒരു ക്ലോക്കിൽ സമയം 8:20 PM കാണിക്കുന്നു എങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര? സൊല്യൂഷൻ. കോണളവ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 30h - 11/2 m. h അവർ മണിക്കൂർ, m മിനിറ്റ്. അപ്പോൾ ഇവിടെ h 8:20 സമയം. അപ്പം 8 മണി, m മിനിറ്റ്, 20 മിനിറ്റ്. 30 × 8 - 11/2 × m 20. ഇത് 2 10 20. 30 × 8 240 - 110 ഈസ് ഈക്വൽ ടു 130 ഡിഗ്രിയാണ് ആൻസർ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. 12 + 17 - 12 × 3 + 72/8 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. ഇത് സോൾവ് ചെയ്യുക. കാൽക്കുലേഷൻസ് എല്ലാം സോൾവ് ചെയ്യേണ്ടത് ബോട്ട്മാസ് റൂൾ വെച്ചിട്ടാണ്. ബോട്ട്മാസ്, ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. അതായത് ബ്രാക്കറ്റിൽ എന്തെങ്കിലും കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യണം. എല്ലാ കാൽക്കുലേഷൻസും ചെയ്യേണ്ടത് ആദ്യം ഡിവിഷൻ ചെയ്യണം, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിൽ വേണം. അപ്പോൾ ഇവിടെ 12 + 17 - 12 × 3 + 72/8 ഈസ് ഈക്വൽ ടു, ആദ്യം ബ്രാക്കറ്റിലുള്ള കാൽക്കുലേഷൻ ചെയ്യണം. അത് 17 - 12. 17 - 12 5 ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പം ഈ ബ്രാക്കറ്റ് അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഇത് 12 + 5 × 3 + 72/8. ഇനി ഇവിടെ ആദ്യം ചെയ്യേണ്ടത് ഡിവിഷനാണ്. 72/8 9. ഇനി ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷനാണ്. അത് 5 × 3 15. അപ്പോൾ ഇത് 12 + 15 + 9. അപ്പോൾ ഇത് 12 ഉം 15 ഉം 27, 27 9 36. 36 ആൻസർ. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം. ഒരു കോഡ് ഭാഷയിൽ വൈറ്റ് എന്ന വാക്ക് ZKLWH എന്നാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ബ്ലാക്ക് എന്ന വാക്കിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? സൊല്യൂഷൻ. വൈറ്റ്. വൈറ്റിൻ്റെ കോഡാണ് ZKLWH. ഇതെങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കുക. അതുപോലെ ബ്ലാക്കിൻ്റെ കോഡും കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ വൈറ്റ്, ഡബ്ല്യുവിന് നേരെ താഴെ വരുന്നതാണ് ഇസഡ്.
ഡബ്ല്യു എക്സ് വൈ ഇസഡ്. ഡബ്ല്യു പ്ലസ് 3 ആണ് ഇസഡ്. എച്ചിന് താഴെ വരുന്നതാണ് കെ. എച്ച് ഐ ജെ കെ. എച്ച് പ്ലസ് 3 ആണ് കെ. ഐക്ക് താഴെ വരുന്നത് എൽ ആണ്. ഐ ജെ കെ എൽ. ഐ പ്ലസ് 3 ആണ് എൽ. ടിയുടെ താഴെ വരുന്നതാണ് ഡബ്ല്യു. ടി യു വി ഡബ്ല്യു. ടി പ്ലസ് 3 ആണ് ഡബ്ല്യു. ഇക്ക് താഴെ വരുന്നത് എച്ച് ആണ്. ഇ എഫ് ജി എച്ച്. ഇ പ്ലസ് 3 ആണ് എച്ച്. അപ്പോൾ ഈ വൈറ്റ് എന്ന വാക്കിലെ ഓരോ ലെറ്റേഴ്സിൻ്റെയും കൂടെ +3 ആഡ് ചെയ്യുമ്പം അതിൻ്റെ കോഡ് വരും ഇസഡ് കെ എൽ ഡബ്ല്യു എച്ച് എന്ന്. അപ്പോൾ ഇവിടെ ബ്ലാക്ക്, ഈ ബ്ലാക്ക് എന്ന വാക്കിലെ ഓരോ ലെറ്റേഴ്സിൻ്റെയും കൂടെ 3 ആഡ് ചെയ്താൽ മതി. അപ്പോൾ ബ്ലാക്കിൻ്റെ കോഡ് കിട്ടും. അപ്പോൾ ഇവിടെ ബി പ്ലസ് 3, ബി സി ഡി ഇ. എൽ എൽ പ്ലസ് 3 എൽ. എം എൻ ഒ എൽ പ്ലസ് 3 ഒ. എ പ്ലസ് 3 ബി സി ഡി. സി പ്ലസ് 3 ഡി ഇ എഫ്. കെ പ്ലസ് 3 കെ എൽ എം എൻ. അപ്പോൾ ബ്ലാക്കിൻ്റെ കോഡ് ഇ ഒ ഡി എഫ് എൻ. ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. 59, 73, 87, 47. സൊല്യൂഷൻ 59, 73, 47. ഇത് മൂന്നും പ്രൈം നമ്പേഴ്സാണ്, അതായത് അഭാജ്യ സംഖ്യകൾ. 87 ഒരു കോമ്പസിറ്റ് നമ്പറാണ്, അതായത് ഭാജ്യസംഖ്യ. അപ്പോൾ ഇവിടുത്തെ ഒറ്റയാൻ 87 ആണ്. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, രാമു തൻ്റെ ഓഫീസിൽ നിന്ന് കിഴക്കോട്ട് 40 മീറ്റർ നടക്കുന്നു. അവിടെ നിന്ന് വലത്തോട്ട് 8 മീറ്റർ നടക്കുന്നു. ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 25 മീറ്റർ നടന്നു. എങ്കിൽ രാമു തൻ്റെ ഓഫീസിൽ നിന്ന് എത്ര മീറ്റർ അകലെയാണ്? സൊല്യൂഷൻ. ഇതൊരു ഡയറക്ഷൻ പ്രോബ്ലമാണ്. അപ്പോൾ ആദ്യം ഡയറക്ഷൻ എന്താണെന്നൊന്ന് മനസ്സിലാക്കാം. ഇവിടെ മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ലെഫ്റ്റ് സൈഡിൽ വെസ്റ്റ്, റൈറ്റ് സൈഡിൽ ഈസ്റ്റ്. ഇങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്. മുകളിൽ നോർത്ത്, താഴെ സൗത്ത്, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വെസ്റ്റും ഈസ്റ്റും കാണുമ്പോൾ ഒരു കൺഫ്യൂഷനുണ്ട്. അത് ഓർക്കാനായിട്ടൊരു ക്ലൂ പറഞ്ഞുതരാം. വെസ്റ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. വെസ്റ്റും ലെഫ്റ്റും പറയുമ്പോൾ ഒരു സിമിലാരിറ്റി ഉണ്ട്, അത് വെച്ച് ഓർത്താൽ മതി. വെസ്റ്റ് ലെഫ്റ്റ്, വെസ്റ്റ് ലെഫ്റ്റ്. അപ്പോൾ വെസ്റ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിലും ഈസ്റ്റ് വരുന്നത് റൈറ്റ് സൈഡിലും. ഓക്കെ. അപ്പോൾ ഇവിടെ രാമു തൻ്റെ ഓഫീസിൽ നിന്ന് കിഴക്കോട്ട് 40 മീറ്റർ നടക്കുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫീസായിട്ട് എടുത്താൽ ഇവിടുന്ന് കിഴക്കോട്ട് 40 മീറ്റർ നടക്കുന്നു. അവിടെ നിന്ന് വലത്തോട്ട് 8 മീറ്റർ നടന്നു. ഇവിടുന്ന് വലത്തോട്ട് 8 മീറ്റർ നടന്നു. ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 25 മീറ്റർ നടന്നു. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് 25 മീറ്റർ നടന്നു. രാമു തൻ്റെ ഓഫീസിൽ നിന്ന് എത്ര മീറ്റർ അകലെയാണ്? അപ്പോൾ ഇവിടുന്ന് പോന്ന് ഇവിടെ എത്തി. ഈ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് 8 മീറ്റർ ആണ്. അപ്പോൾ ഈ ഇവിടം തൊട്ട് ഇവിടം വരെ 8 മീറ്റർ. ഇത് ഇത്രയും 40 മീറ്റർ ആണ്. അപ്പം ഇതും 40 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇത് ഇത്രയും 25 മീറ്റർ ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 40 മൈനസ് 25 15 മീറ്റർ ആയിരിക്കും. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്. അതിനെ എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഒരു ഷേപ്പാണ്. അപ്പോൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആകുമ്പം അതിൻ്റെ ഈ ചെരിഞ്ഞ വശം കണ്ടുപിടിക്കാനായിട്ട് ബാക്കിയുള്ള 2 വശങ്ങളുടെ സ്ക്വയറുകൾ തമ്മിൽ ആഡ് ചെയ്ത് റൂട്ട് എടുത്താൽ മതി. അതായത് കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു
പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. അപ്പോൾ കർണ്ണ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഈ ചെരിഞ്ഞ വശത്തിന് കർണ്ണ എന്നാണ് പറയുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ എക്സ് കണ്ടുപിടിക്കണം. ഈ എക്സ് കണ്ടുപിടിക്കാനായിട്ട് ബാക്കിയുള്ള രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ തമ്മിൽ ആഡ് ചെയ്ത് റൂട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ 8 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ, 8 സ്ക്വയർ 64, 15 സ്ക്വയർ 225. 64 225 289. റൂട്ട് 289 17. 17 ദൂരം. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഒരു ക്യൂവിൽ ദീപ പിന്നിൽ നിന്ന് 9-മതും മുന്നിൽ നിന്ന് 7-മതും ആണെങ്കിൽ എത്ര പേർ ക്യൂവിലുണ്ട്? സൊല്യൂഷൻ. ഇതൊരു പൊസിഷൻ റിലേറ്റഡ് പ്രോബ്ലം ആണ്. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തന്നിട്ട് ടോട്ടൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് തമ്മിൽ ആഡ് ചെയ്യുക, അതിൽ നിന്ന് 1 കുറയ്ക്കുക. അതൊരു ഫോർമുലയായിട്ട് പറയുമ്പം രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് എമ്മും എന്നും ആണെങ്കിൽ ടോട്ടൽ ടി ഈസ് ഈക്വൽ ടു m+n-1 ആയിരിക്കും. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള പൊസിഷൻസ് m 9, n 7. ടോട്ടൽ ടി ഈസ് ഈക്വൽ ടു 9 + 7 - 1. 16 - 1 15 പേരാണ് ആകെ ക്യൂവിലുള്ളത്. ആൻസർ ഓപ്ഷൻ എ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 0.00036 × 0.00064 ഡിവൈഡഡ് ബൈ 0.0000006 × 0.00008 ഈസ് ഈക്വൽ ടു എത്ര? സൊല്യൂഷൻ. ഇവിടെ ഡെസിമൽ നമ്പറിൻ്റെ ഡിവിഷനാണ് വന്നിരിക്കുന്നത്. ഡെസിമൽ നമ്പറിൻ്റെ ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ടൊരു ട്രിക്കുണ്ട്. അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ ഡെസിമൽ പോയിന്റ് കൺസിഡർ ചെയ്യാതെ ഈ സംഖ്യകളുടെ കാൽക്കുലേഷൻ ചെയ്യുക. അപ്പോൾ ഇവിടെ 36 × 64 ഡിവൈഡഡ് ബൈ 6 × 8. അപ്പോൾ ഇത് 48 എന്ന് കിട്ടി. ഇനി നോക്കേണ്ടത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ എണ്ണം നോക്കുക. ന്യൂമറേറ്ററിൽ ഡെസിമൽ പോയിന്റിന് ശേഷം ഇവിടെ 11 അക്കങ്ങളുണ്ട്. ഡിനോമിനേറ്ററിൽ ഡെസിമൽ പോയിന്റിന് ശേഷം 12 അക്കങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ 11ഉം ഡിനോമിനേറ്ററിൽ 12ഉം. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു 1ൻ്റെ കുറവുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലുള്ള ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള അക്കങ്ങളുടെ വ്യത്യാസം, ആ വ്യത്യാസം വരുന്നത് എവിടെയാണോ അവിടെ 1ൻ്റെ വ്യത്യാസമാണെങ്കിൽ 10 കൊണ്ട് ഗുണിക്കണം, 2ൻ്റെ വ്യത്യാസമാണെങ്കിൽ 100 കൊണ്ട് ഗുണിക്കണം, 3ൻ്റെ വ്യത്യാസമാണെങ്കിൽ 1000 കൊണ്ട് ഗുണിക്കണം. അതങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിലാണ് കുറവ് വന്നിരിക്കുന്നത്, 1ൻ്റെ കുറവാണ്. അപ്പം ന്യൂമറേറ്ററിൽ 10 കൊണ്ട് ഗുണിക്കണം. അപ്പം ഈ 48നെ 10 കൊണ്ട് ഗുണിക്കുക. 48 × 10 480. ഇതിലെ ന്യൂമറേറ്ററിൽ 10 കൊണ്ട് ഗുണിച്ചു 480 വരും. 480 ആൻസർ ഓപ്ഷൻ സി. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.